ഉണ്ട്. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, all. Okay. So, we can start. Yes, ma'am. Okay, ma'am. ആദിചൈതന്യമേ ഞങ്ങളിൽ നിത്യവും ആദിമ്യ സ്നേഹം ചൊരിയണമേ. സത്യം സമത്വം സഹോദര സ്നേഹവും നിത്യവും ഞങ്ങൾക്കറിയണമേ. ഇരുളിൽ പ്രകാശമായി ധരയിൽ പ്രശാന്തിയായി ഇടറും പാദങ്ങൾക്ക് വഴി നൽകണേ. കനിവിന്റെ കനലായി അറിവിന്റെ കതിരായി അനുദിനം ഞങ്ങൾക്ക് കൃപയേകണേ. ആദിചൈതന്യമേ ഞങ്ങളിൽ നിത്യവും ആദിവ്യ സ്നേഹം ചൊരിയണമേ. സത്യം സമത്വം സഹോദര സ്നേഹം നിത്യവും ഞങ്ങൾക്കനിയണമേ. നിത്യവും ഞങ്ങൾക്കനിയണമേ. താങ്ക് യു, മാം. Very nice. Okay. So, thought for the day and signing. Miss, ഞാൻ ചെയ്യാം. Good morning, Miss. Good morning. Good afternoon, Miss. Good afternoon, all. What you think you become. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായി തീരുന്നു. ബുദ്ധ കോട്സ്. Thank you, ma'am. Sign in by Maya. Okay. So, where are we? നമ്മളെവിടെയായിരുന്നു? തേർഡ് ചാപ്റ്ററിൽ ബോക്സ് സ്റ്റാർട്ട് ചെയ്യണം മാം. 5th സ്റ്റേജ്. Okay, part 3 അല്ലേ? Yes, ma'am. Unit 3 നമ്മൾ കഴിഞ്ഞോ? Unit 3 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. Okay. Unit 3 എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞത് കേട്ടില്ല. എവിടെയായിരുന്നു? ഒരു ബോക്സ് ഉണ്ട്, ലേണിംഗ് മെറ്റീരിയൽ. സ്റ്റേജ് കഴിഞ്ഞിട്ട് ലേണിംഗ് മെറ്റീരിയൽ. ടേബിൾ നമ്മൾ എടുക്കണം അല്ലേ? ടേബിൾ എടുക്കണം.
ഓക്കെ, അപ്പൊ നമ്മൾ മറിയ മോണ്ടിസോറിയുടെ പല ഒപ്പീനിയൻസ്, അവരുടെ ഒബ്സർവേഷൻസ്, അവർ പലതും എക്സ്പീരിയൻസ് ചെയ്തത്, എക്സ്പെരിമെന്റ് പോലെ ചെയ്തത്, അങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് അവർ ഈ ആ ഒബ്സർവേഷൻസ് എല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 0 to 6 years അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ അമേസിംഗ് ആയിരുന്നു. കാരണം വളരെ പെർഫെക്റ്റ് ആയിരുന്നു അത്. ബട്ട് ആഫ്റ്റർ 6 years അവർക്ക് കാര്യമായിട്ടൊന്നും പറയാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവർ കൂടുതൽ ഡീൽ ചെയ്തതായിരുന്നു അപ് ടു 6 years വരെയുള്ള കുട്ടികളിലായിരുന്നു. ബട്ട് എന്നാലും കുറെ കാര്യങ്ങൾ ആഫ്റ്റർ 6 years, ഒരു 6 തുടങ്ങി 24 years വരെ അവരുടെ ചില ഒബ്സർവേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആ ഒരു 5 stages പറഞ്ഞു പോയിരുന്നു. കുട്ടികളെ സറൗണ്ടിങ്സ് ചെയ്യുന്ന എൻവയോൺമെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നു, അതിന്റെ ഒരു പാർട്ടായിട്ട് മാറുന്നു. എന്ത് ഇൻഫർമേഷൻസ് കിട്ടാലും അത് മനസ്സിലാക്കാനായിട്ട്, അറിയാനും അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇതൊക്കെ എല്ലാം അവരിലുണ്ട്. പിന്നെ ഒരു മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഭയങ്കര ഫെമിലിയർ ആവുന്നു. ഫോർ എക്സാമ്പിൾ, കുട്ടിയെ കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ജഗ്ഗില് വെള്ളം നിറയ്ക്കുന്നു. ബൈ പ്രാക്ടീസ് ആ ഒരു കാര്യത്തിനോട് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ ജഗ്ഗിന്റെ ഷേപ്പ്, വെള്ളം എടുക്കുന്ന ആ പാത്രത്തിന്റെ ഷേപ്പ് എല്ലാം അനുസരിച്ച് എങ്ങനെ വേണം അത് പോർ ചെയ്യാൻ, അതൊക്കെ അത് മനസ്സിലാക്കും. അപ്പൊ ഒരു ക്ലിയർ ഐഡിയ കിട്ടും, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ രീതിയിൽ 4th സ്റ്റേജ് ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നു, ക്രിയേറ്റിവിറ്റി, ചുറ്റുമുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് പല രീതിയിലുള്ള അത് കണക്ട് ചെയ്യുന്നു എല്ലാമായിട്ട്. 5th സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ക്രിയേറ്റീവ് ആക്ഷൻ, സ്പോണ്ടേനിയസ് ആയിട്ടാണ് കുട്ടികളിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അപ്പോ അതെല്ലാം ടൈംലി ഒരു എൻകറേജ്മെന്റ് നമ്മളുടെ സൈഡിൽ നിന്ന് വരും. അപ്പോ ഇതിനെ ഒരു ടേബിൾ പോലെ ആക്കിയിട്ടുണ്ട്. മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ലേണിംഗ് എന്താണ്, എന്തെല്ലാമാണ് കുട്ടിയുടെ ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊക്കെ ഏരിയയിൽ നിന്നാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. അപ്പൊ കൺസ്ട്രക്ഷൻ ഏരിയ, ഫസ്റ്റ് വൺ, വി ക്യാൻ കീപ് ലൈക്ക് പല ജങ്ക് ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് വെക്കാം. കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് കുറെ മെനി ബോക്സസ് വിത്ത് ജങ്ക്, കുറെ പേപ്പർ വെക്കാം, കളർ പേപ്പർ വെക്കാം, പ്ലെയിൻ പേപ്പർ വെക്കാം, ന്യൂസ് പേപ്പർ വെക്കാം, സിസേഴ്സ് വെക്കാം. അങ്ങനെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ്, ലൈക്ക് അധികം മൂർച്ചയില്ലാത്ത സിസേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ കുട്ടി അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള രീതിയിൽ അവന്റെ ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അതാണ് കൺസ്ട്രക്ഷൻ ഏരിയ. ടെക്നോളജി ഏരിയ, വുഡൻ പീസസ്, ഇലാസ്റ്റിക് ബാൻഡ്സ്, അങ്ങനെ ഒക്കെ ചെയ്യാം. അപ്പൊ ഒരു പേപ്പർ കൊണ്ടൊരു മോഡൽ ഉണ്ടാക്കാം, എയ്റോപ്ലെയിൻ ഉണ്ടാക്കണോ അതുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ബോൾ ഉണ്ടാക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ട് ക്രാഫ്റ്റ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു ഏരിയ, അതിനുള്ള മെറ്റീരിയൽസ് അങ്ങനെ വെക്കുക. സയൻസ് ഏരിയ, ഗാർഡനില് സാൻഡ് പിറ്റ്, മണ്ണോണ്ട് അതൊരു കുഴി, വാട്ടർ പ്ലേ, ഇതെല്ലാം സയൻസ് ഏരിയയിൽ വരും. മാത്തമാറ്റിക്സ് ഏരിയ, മാത്സ് ഏരിയ, ബോർഡ് ഗെയിംസ് ഉണ്ടാകും, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ പഠിക്കാനുള്ള ബോർഡ് ഗെയിംസ്. പിന്നെ പല ഷേപ്സ്, സ്ക്വയർ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ, അങ്ങനെ പലതിന്റെ ഷേപ്സ് വരുന്ന പാറ്റേൺസ് അത് വെക്കാം. മാത്തമാറ്റിക്കൽ ഏരിയയിൽ അത് വരും. ലാംഗ്വേജ് ഏരിയ, കുട്ടികളോട് കഥകൾ പറയാം, അവരോട് ആ കേട്ട കഥ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ പിന്നെ പല രീതിയിലുള്ള ഓഡിയോ, വീഡിയോ, വിഷ്വൽസ് കാണിക്കുന്ന രീതിയിൽ സ്റ്റോറീസിന്റെ അതൊക്കെ നമുക്ക് കാണിക്കാം. അങ്ങനെ പണ്ട് ടേപ്പ്, അതുപോലെ ടേപ്പ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്റ്റേണൽ ഡിവൈസ്, പെൻഡ്രൈവ് പോലുള്ളതില് സ്റ്റോർ ചെയ്തിട്ട് അത് വലിയ സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ കാണിക്കാം. ആ രീതിയിലൊക്കെ കുട്ടികൾക്ക് കേൾപ്പിക്കാവുന്ന രീതിയിലുള്ള ഓഡിയോ മാത്രമുള്ളത് കാണിക്കാം, വിഷ്വലൈസ് ചെയ്യാം, വിഷ്വൽസ് വരുന്നത് കാണിക്കാം, അങ്ങനെയുള്ള രീതിയിൽ ലാംഗ്വേജ് ഏരിയ ഇംപ്രൂവ് ആകും. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ, ഫിംഗർ പെയിന്റിങ് ചെയ്യിക്കാം, വെജിറ്റബിൾ പെയിന്റിങ് ചെയ്യിക്കാം, പിന്നെ പ്രിന്റിങ്, അങ്ങനെയുള്ള, പിന്നെ കൊളാഷ് ചെയ്യിക്കാം, പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനെ കൊളാഷ് പോലെ ഒട്ടിച്ച് അങ്ങനെ ചെയ്യിക്കാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള ആർട്ട് ഫോംസ് ചെയ്യിക്കാം. മ്യൂസിക് ഏരിയ, പിന്നെ സ്റ്റോറീസ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ്, പീറ്റേ ആൻഡ് ദ വോൾഫ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ് കുട്ടികൾക്ക് സാധാരണ നറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതൊരു എക്സാമ്പിൾ പോലെ ഒരു സ്റ്റോറിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് സ്റ്റോറി കേൾപ്പിക്കാം, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ റീഡ് ചെയ്യിക്കാം, കഥ വായിക്കുന്ന രീതിയിലോ അങ്ങനെ. ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്, ഡ്രംസ്, ഇങ്ങനെ ബോട്ടിൽ വാട്ടർ നിറച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മ്യൂസിക് ഒക്കെ കേൾക്കില്ലേ, അപ്പൊ ആ രീതിയിൽ മ്യൂസിക് ഏരിയ ചെയ്യാം.
സൈലോഫോൺ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം ചില സ്മൂത്ത് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും. പക്ഷെ ട്രംപറ്റ് അങ്ങനെയുള്ളതും ഒക്കെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള സ്ഥലം, മങ്കി ബാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, കുട്ടികൾക്ക് ഫിസിക്കലി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ ജിം ഉണ്ടാവും, ഗെയിംസ്, പിന്നെ മൂവ്മെന്റ് ആക്ടിവിറ്റീസ്. അതുപോലെ പാർക്കിലൊക്കെ കുട്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു കമ്പി എന്തല്ലേ മങ്കി ബാർ പോലത്തെ, അത് സീസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. സ്വിങ് വെക്കാം, ഊഞ്ഞാലാടാൻ, അങ്ങനത്തെ. ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ. ഇമാജിനേറ്റീവ് പ്ലേ ചെയ്യിക്കുമ്പോൾ മറിയം മോണ്ടിസോറി എപ്പോഴും പറയുന്നത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള റോൾ പ്ലേ വെക്കണം. അതായത് മമ്മി ആൻഡ് പപ്പ ആ ഒരു രീതിയിൽ, അച്ഛനും അമ്മയും ആ ഒരു രീതിയിലുള്ളത്, പിന്നെ ഡോക്ടർ, നഴ്സ്, ടീച്ചർ, സ്റ്റുഡൻസ്, അതൊക്കെ അവര് റിയൽ വേൾഡിൽ കാണുന്നത് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള റോൾ പ്ലേ, അതൊരു ഗെയിം പോലെ അത് ചെയ്യിക്കാം. സുഖമില്ലാതെ ഡോക്ടറെ കാണാനായിട്ട് വരുന്ന പേഷ്യന്റ് ആയിട്ട് ആ രീതിയിൽ കുട്ടികളെ കൊണ്ടൊക്കെ റോൾ പ്ലേ ചെയ്യിക്കാം. കുട്ടി ആ ഒരു റിലേഷൻഷിപ്പും സിറ്റുവേഷൻസും എല്ലാം, ചുറ്റും നടക്കുന്ന ആ ഒരു കണക്ഷൻസും റിലേഷൻഷിപ്പും എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ. അപ്പൊ ഈ ടേബിളിൽ അതാ പറയുന്നത്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഈ രീതിയിൽ ശരിക്കും 5 ഏരിയ ആയിട്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അവിടെയാണ് നമ്മൾ ഈ ജഗ്ഗിലേക്ക് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ പൾസസ് എല്ലാം കണ്ടെയ്നർ സ്റ്റോർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതെല്ലാം ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് വരുന്നത്. രണ്ടാമത് വരുന്ന ഏരിയയാണ് സെൻസോറിയൽ ഏരിയ. സെൻസോറിയൽ ഏരിയയിലാണ് നമ്മുടെ സെൻസസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസും, അതായത് ഇപ്പോൾ ലാംഗ്വേജ് എല്ലാം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. ഇതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ, അവിടെ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ട് നമ്പേഴ്സ്, കൗണ്ടിങ്, അതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം കുട്ടികളെ ഫെമിലറൈസ് ചെയ്യുന്നു. പിന്നെ എന്താ പറയാ, സയൻസ് ഏരിയ വരും. ഇതുപോലെ അവിടെ ചിലപ്പോൾ ഇതെല്ലാം കാണും, അറ്റ്ലസ് കാണും, മാപ്പ് കാണും, അതിൽ തന്നെ ജോഗ്രഫിയുടെ സെഷൻ ഉണ്ടാകും, മാത്സ് കാണും, ഗ്ലോബ് കാണും, അങ്ങനത്തെ പല പിക്ചേഴ്സ് നിറയെ കാണും. നിറയെ പ്ലാന്റ്സിന്റെ പിക്ചേഴ്സ്, അനിമൽസിന്റെ പിക്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ചിലപ്പോൾ പെറ്റ്സ് ഉണ്ടാവും, ചില മോണ്ടിസോറി ഇതിൽ പെറ്റ്സിനെ ഉണ്ടായിരിക്കും. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. സാറിന്റെ വീട് ഓപ്പോസിറ്റ് ആണ്. അതൊരു റൂറൽ വില്ലേജ് ഏരിയ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. സാറിന്റെ വീട്ടില് പശു ഉണ്ട്. ഈ പശുവിന്റെ കുട്ടിയൊക്കെ കൊണ്ടുവന്ന് മോണ്ടിസോറി സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് കെട്ടും. അപ്പം കുട്ടികൾക്ക് അതും കൂടെ അവർ ഫെമിലറൈസ് ആകുന്നു, അനിമൽസിന്റെ രീതികളെ പറ്റി അങ്ങനെയൊക്കെ ഫെമിലറൈസ് ആകും. പിന്നെ വലിയൊരു ഡോഗും ഉണ്ടായിരുന്നു കേട്ടോ, അതും അവിടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ നിറയെ മരങ്ങളും ഒക്കെ ഉള്ളത് കാരണം പക്ഷികളൊക്കെ വന്നിരിക്കും, ബട്ടർഫ്ലൈ വരും, പക്ഷികളുടെ ശബ്ദവും അങ്ങനെ അങ്ങനെ ഒരു പൂച്ച ഉണ്ടാവും. അങ്ങനെ അപ്പൊ അനിമൽസ് റിലേറ്റഡ് സുവോളജി ഏരിയ എന്ന് പറയുന്നത് ശരിക്കും അത് വരും. പിന്നെ ഗാർഡൻ ഉണ്ടാകും, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകും, അല്ലാതെ ഗാർഡൻ ഉണ്ടായിരിക്കും, കുട്ടികളെ കൊണ്ട് ചെടി നടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ഏരിയാസ് ഉണ്ട്. അവിടെ നിന്നെല്ലാം കുട്ടി ഓരോ ലേണിംഗ് ആണ് എടുക്കുന്നത്, ഓരോ ലേണിംഗ് കുട്ടിക്ക് കിട്ടും. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ ഈ ഒരു ടേബിളിൽ. പിന്നെ റോൾ പ്ലേ ചെയ്യുമ്പോൾ ഇല്ലാത്ത കഥകൾ, അങ്ങനെയുള്ള കഥകൾ വെച്ച് ചെയ്യിക്കരുത്. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾ പ്ലേസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാകും റിലേഷൻഷിപ്പ്, അതിന്റെ ഇമ്പോർട്ടൻസ്. അച്ഛൻ, അമ്മ, ആ ഒരു ഇത്, ടീച്ചർ, കുട്ടി, ഡോക്ടർ, നഴ്സ്, ഡോക്ടർ, പേഷ്യന്റ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മനസ്സിലാകും. ഫ്രണ്ട്സ് റിലേറ്റഡ് എന്തെങ്കിലും കഥകളോ അങ്ങനെയും ചെയ്യാം, അത് ആ രീതിയിൽ. ഓക്കെ, ഇതാണ് മറിയം മോണ്ടിസോറി പറഞ്ഞത്. കുട്ടികൾ ഓരോന്നും ലേൺ ചെയ്യുന്നത് ഫ്രം ദ സറൗണ്ടിങ്സ്, അവരുടെ എൻവയോൺമെന്റിലാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടുന്ന രീതിയിൽ ആ എൻവയോൺമെന്റിനെ ഡിസൈൻ ചെയ്ത് വെക്കണം. എന്താ പേപ്പേഴ്സും സിസേഴ്സും ഒരു ജങ്ക് ആയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് അവർ ക്രിയേറ്റീവ് ആയിട്ട് പലതും ചെയ്യും. അപ്പൊ അങ്ങനെ. ഓക്കെ, അടുത്ത ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. പലപ്പോഴും നമുക്ക് മോറൽ വാല്യൂസ് കിട്ടുന്നത്, അതായത് നമുക്ക് ഒരു നമ്മുടെ ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്നത് ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുമ്പോൾ. ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാളോട് എങ്ങനെ പെരുമാറും, കുട്ടികൾക്ക് അത് മനസ്സിലാകും. പിന്നെ എങ്ങനെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു, ആളുകളിൽ നിന്നും പല ഇൻഫർമേഷൻസ് കിട്ടുന്നു, നോളജ് കിട്ടുന്നു, അത് അവർ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവര് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഓക്കെ, ഇതാരാ വായിക്കുക? ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്.
അത് വായിക്കുന്നതിനൊപ്പം തന്നെ ഇവിടെയും കൂടെ ഇവിടം വരെ വായിക്കണേ. ടു റോൾ മോഡൽ ടു ദം വരെ 3 പാരഗ്രാഫ് വായിക്കണം. Who is ready? ഞാൻ ചെയ്യാം മാം. എന്നാ വായിച്ചോ. ഓക്കെ, കുഴപ്പമില്ല. ഇത് ചെയ്തോടാ. Development of emotional and spiritual life. Montessori believed that the child possesses within him at birth the sense that responds to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli from people when he communicates with him. Learning social. അതും വായിക്കണ്ടേ മിസ്സേ? വേണം. Learning social interaction. It is during the interaction with his classmates in the Montessori environment that a child comes across experience which helps him to develop emotional maturity. Through the activities in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. Sense of mutual responsibility is also a need part in this area. So, children need to be allowed to help on mother, which will help to develop the feeling of empathy in them. The vertical grouping, the system of putting children of ranging age group in one class, allow the connection between younger children to older ones and vice versa. This gives the elder to help the youngsters and also the sense a role model to them. Role of adult. Children. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, കുട്ടികളുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫാണ് നമ്മൾ പറയുന്നത്. ഇവർ കുറച്ചുകൂടെ ആളുകളുമായിട്ട് സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പോവുക. അപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, അവരുടെ ക്ലാസ് റൂം, ആ സ്കൂൾ, ആ ഒരു എൻവയോൺമെന്റിൽ വരുമ്പോൾ കൂടെയുള്ള മറ്റു കുട്ടികളുമായിട്ട് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ശരിക്കും കുട്ടികൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചുറ്റുപാട് നിന്ന് അതിനുള്ള മോട്ടിവേഷൻ അവർക്ക് കിട്ടും, അല്ലെ? ഇപ്പൊ ഒരു കുട്ടിയെ കൊണ്ടൊരു ചെടി നടിയിക്കുവാണ്. അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഈ ചെടി വളരും, നിറയെ ഇല വരും, പിന്നെ പൂ വരും, കായ് വരും. ഇപ്പൊ നിങ്ങൾ ഫ്രൂട്ടിന്റെ ആണെങ്കിൽ അത് നമുക്ക് പിന്നെ കഴിക്കാനായിട്ട് പറ്റും. ബട്ട് ഇവർക്ക് അറിയില്ല, ഇറ്റ് വിൽ ടേക്ക് ഇതൊരു പ്രോസസ്സാണ്, ടൈം എടുക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ കുട്ടികൾ കുഞ്ഞിലെ ചെയ്യുന്നതാണ്, വേര് വന്നോന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ നോക്കില്ലേ. അപ്പൊ നമ്മൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ ശരി. അപ്പൊ നട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വാടിയ പോലെ ആയിരിക്കും. പിന്നെ അവരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് നോക്കേണ്ടത്. അതിനെ വെള്ളം ഒഴിക്കണം, അതിൽ വല്ല പ്രാണി വന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം, പൂവിന്റെ മൊട്ടിടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവർ അതിനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യും. സോ ചുറ്റുപാടെന്നുള്ളൊരു മോട്ടിവേഷൻസ് കുട്ടികൾക്ക് കിട്ടണം. അങ്ങനെ അവരിലൊരു ഇപ്പൊ ചെടിയാണെങ്കിൽ അതിനോടൊരു ഇമോഷണൽ ബോണ്ടിങ്. പെറ്റ്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പെറ്റിനെ കിട്ടുക എന്നുള്ളത്. പൂച്ചയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം കാണിക്കുന്ന കുട്ടികളുണ്ട്, ചില പേടിയുള്ള കുട്ടികളുണ്ട്, ഇല്ലാന്നില്ല. അവർക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ഓരോ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുവാണ്. ഇതെല്ലാം ചുറ്റുമുള്ളതൊന്ന് സ്പിരിച്വൽ ലൈഫ്. ഇപ്പൊ നമ്മളുടെ ട്രഡീഷൻ, നമ്മുടെ റിലീജിയസ് ലൈഫ്, ഇതിനനുസരിച്ച് പല വാല്യൂസും കുട്ടികളിലേക്ക് ചെല്ലുന്നത് ത്രൂ അവേഴ്സ് ആണ്, നമ്മളിലൂടെയാണ് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നൊരു സ്പാർക്ക്, ഒരു സ്റ്റിമുലി, ഒരു എന്താ പറയാ, ഒരു ട്രിഗർ കിട്ടുന്ന പോലെ ഇവരിലേക്കും അതെത്തും. അങ്ങനെയാണ് ഇവരുടെ ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ് അത് മുന്നോട്ട് പോകുന്നത്. സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നു. അവർ ചെല്ലുന്ന സ്കൂളിൽ വേറെയും കുട്ടികൾ ഉണ്ടായിരിക്കും, അവരുമായിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് മോണ്ടിസോറി എൻവയോൺമെന്റ് ചിലപ്പോൾ ക്ലാസ്മേറ്റ്സും ആയിട്ടായിരിക്കും ഇവരുടെ ഇന്ററാക്ഷൻസ് വരുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അതവരുടെ ഇമോഷണൽ മെച്യൂരിറ്റി, സന്തോഷം, സങ്കടം, അങ്ങനെ ദേഷ്യം, അങ്ങനെയുള്ളതിന്റെ ഒരു ടാലൻസിലേക്ക് അവരെത്തിക്കും. പിന്നെ അവിടെ പല ആക്ടിവിറ്റീസും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവരില് ഈ ഒരു സോഷ്യലൈസ് ചെയ്യാനായിട്ട്, ഇപ്പൊ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ മുന്നോട്ട് വന്ന് മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാം. ആ രീതിയിലാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരില് നമുക്കറിയാം, ഓരോന്ന് ചെയ്തു വരുമ്പോൾ അവരിലൊരു ഓർഡർ ഫോം ചെയ്യുന്നു, അവരുടെ ഡിസിപ്ലിന് ഫോം ചെയ്യുന്നു, ഒബീഡിയന്റ് ആകുന്നു, ഒരു ഒബീഡിയൻസ് ഫോം ചെയ്യുന്നു. ഇതൊന്നും നിർബന്ധിച്ചോ ഷൗട്ട് ചെയ്തോ
പണിഷ്മെന്റ് കൊടുത്തും അല്ല കുട്ടികളിൽ വരുന്നത്. അതൊക്കെ തന്നെ വരുന്ന ഒരു ഗ്രാജുവലി സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പ്രോസസ്സാണ്. മറ്റുള്ളവരെ എങ്ങനെ കൺസിഡർ ചെയ്യാം, ഷെയറിങ് എങ്ങനെ, ഇതെല്ലാം അവർ പഠിക്കുന്നു ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ. സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, വേറൊരാളോട് നമ്മൾ എങ്ങനെ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ അങ്ങനെ ചെയ്യാം, അങ്ങനെ തമ്മിലൊരു മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ് അവരിലുണ്ടാകുന്നു. പിന്നെ വേർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂം. അതായത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ആണ് ഒരു ക്ലാസ്സിൽ തന്നെ, ഒരേ ഏജ് ഗ്രൂപ്പ് അല്ല. അപ്പൊ യങ്ങർ വൺസ് ഉണ്ടാവും, എൽഡർ വൺസ് ഉണ്ടാവും. അപ്പൊ യങ്ങർ ആയിട്ടുള്ള കുട്ടികള് അവര് ഒരു കണക്ഷൻ, ഒരു ബിറ്റ്വീൻ കണക്ഷൻ അവര് തമ്മിൽ, മുതിർന്ന കുട്ടികളും ചെറിയ കുട്ടികളുമായിട്ടും അങ്ങനെ അവര് തമ്മിലൊരു ഒരു കണക്ഷൻ വരും, തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്നു, തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും എൽഡേഴ്സ് യങ്സ്റ്റേഴ്സിനെ നോക്കുന്ന ഒരു ട്രെൻഡാണ് എപ്പോഴും ഉള്ളത്. അവര് എൽഡർ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സെൻസ് എ റോൾ മോഡൽ ടു ദം, അവരൊരു റോൾ മോഡൽ ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കും. അപ്പൊ കുട്ടികൾ ഹൈജീൻ ആയിരിക്കുന്നത്, എങ്ങനെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെപ്പോഴും അവരുടെ മുതിർന്ന ആൾക്കാർ, എപ്പോഴും നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ, മൂത്ത ആളുണ്ടെങ്കിൽ ചെറിയ ആള് അതിന്റെ പുറകെ ഇങ്ങനെ നടക്കും, അവര് ചെയ്യണ പോലെ ചെയ്യാനായിട്ട് നോക്കും, അങ്ങനെയുള്ള രീതി. ഓക്കെ, അവരെ ഒരു റോൾ മോഡൽ ആക്കാനായിട്ട് വെക്കും. നെക്സ്റ്റ്, ഇപ്പൊ ഇത് ക്ലാസ് റൂമില് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ 1-2 ഏജിന് മുകളിൽ ആ ഒരു രീതിയിലുള്ളതായിരിക്കും, ഒരേ ഏജ് ഗ്രൂപ്പും ഉണ്ടാവും. അപ്പൊ ഇനി അഡൾട്ടിന്റെ റോള്, അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പോകുന്ന പല എൻവയോൺമെന്റിൽ വരും. വീട്ടിലാവുമ്പോൾ പാരന്റ്സ് ഉണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, ഒത്തിരി മൂത്ത ചേട്ടന്മാരുണ്ടെങ്കിൽ അങ്ങനെ. സ്കൂളിലാവുമ്പോൾ ഫെസിലിറ്റേറ്റർ, ആ ഒരു മോണ്ടിസോറി സ്കൂളിലെ ഫെസിലിറ്റേറ്റർ, അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ. നമുക്ക് റോൾ ഓഫ് അഡൾട്ടും ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ്, ഈ രണ്ടെണ്ണം ഒന്ന് വായിച്ചു. ഞാൻ ചെയ്യാം മാം. Children should be treated in a loving, caring way. Wherever children make mistakes, they should not be chided or treated severely unless they were disturbing or destructive. Adults should behave using the knowledge that children have ability to feel love and be attracted to people who behave lovingly. But it will be destroyed if the adults are not careful. Development of moral values. For the development of moral sense to take place, good and evil must be apparently differentiated in the environment. Adults should help by exaction, by understanding of what is good and setting clear limits against discriminatory or unsociable behavior. Thank you, ma'am. Okay. സോ റോൾ ഓഫ് അഡൾട്ട്, അപ്പൊ അഡൾട്ട് വരുന്ന ഏരിയ ഒക്കെ നമുക്ക് മനസ്സിലായി. സ്കൂളിലുമുണ്ട്, വീട്ടിലുമുണ്ട്, കുട്ടി പോകുന്ന സൊസൈറ്റി, ഈ രണ്ടുമല്ലാത്ത എൻവയോൺമെന്റിന്റെ ഏരിയ ഉണ്ടല്ലോ, അവിടേക്ക് പോകുമ്പോഴും അവിടെയും അഡൾട്ട്സ് ഉണ്ട്. അപ്പൊ അഡൾട്ട്സ് പലപ്പോഴും അഡൾട്ടിനെ കോപ്പി ചെയ്യാനായിട്ട് കുട്ടികൾ നോക്കും. അഡൾട്ട് എപ്പോഴും ഒരു ലവിങ് കെയറിങ് വേയിലായിരിക്കും, അഫെക്ഷൻ കുട്ടികളോട് കാണിക്കണം. കുട്ടീന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടിയെ വല്ലാതെ വഴക്ക് പറഞ്ഞ്, ഷീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് സംസാരിക്കുക, ഷൗട്ട് ചെയ്യുക, സ്കോൾഡ് ചെയ്യുക, ഒരു മീനിങ് ഒക്കെ. പിന്നെ അങ്ങനെ ആ രീതിയിൽ വല്ലാത്ത രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അവര് കുട്ടികളല്ലേ അവര് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും, അവർ ശരിക്കും ഡിസ്റ്റർബ്ഡ് ആയി പോകും, തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അഡൽട്ട് എപ്പോഴും ആ ഒരു ഇതിൽ തന്നെ കുട്ടിയെ ഹാൻഡിൽ ചെയ്യണം. എപ്പോഴും കുട്ടിക്ക് മനസ്സിലാവണം ലൗഡ്, അവര് സ്നേഹിക്കപ്പെടുന്നു എന്നൊരു ഫീല് വരണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ഇവർ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യും, ഇങ്ങനെ ലവിങ് ആയിട്ട് പെരുമാറുമ്പോൾ. ചില കുട്ടികൾ ടീച്ചേഴ്സിനോട് ഭയങ്കര കണക്ഷൻ വരുന്ന കണ്ടിട്ടില്ലേ, ആ ടീച്ചർമാരുടെ ആ രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് അഡൾട്ട് അത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും, അവരങ്ങ് ഡിസ്ട്രോയിഡ് ആയി പോകും, അവര് ഭയങ്കര തകർന്നു പോകുന്ന രീതിയിലേക്ക് പോകും. ഡെവലപ്മെന്റൽ ഓഫ് മോറൽ വാല്യൂസ്, മോറൽ വാല്യൂസിന്റെ ഡെവലപ്മെന്റ്, മോറൽ സെൻസ്, അതായത് അവർക്ക് ഗുഡ് ബാഡ് ഈവിൾ അതൊക്കെ മനസ്സിലാവുന്നു. സ്കൂളുകളിൽ ഇപ്പൊ മോറൽ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സബ്ജക്ട് പോലെ അവരുടെ പേപ്പർ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ ഉണ്ടല്ലേ. ഇത് ഒരു എൻവയോൺമെന്റിൽ അവർ എന്താണ് നല്ലത്, എന്താണ് ചീത്ത, സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആക്ഷന്റെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ അഡൽട്സ് എപ്പോഴും അതൊരു റോൾ മോഡൽ പോലെ തന്നെ വെക്കണം. കാരണം
എന്താണ് നല്ലത്, പിന്നെ ക്ലിയർ ലിമിറ്റ്സ്, ഇത് അൺസോഷ്യബിൾ ആയിട്ടുള്ള ബിഹേവിയർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരരുത് എന്നുള്ള രീതിയിൽ തന്നെ ഒരു ലിമിറ്റ്സ് വെക്കണം. ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് ആ ഒരു ലിമിറ്റ്സ് എപ്പോഴും അഡൽട്സ് നോക്കണം. കുട്ടി സംസാരിക്കുമ്പോഴാണെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും ശരി. ഡിട്രിമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ, പിന്നെ മുൻവിധിയോടുകൂടി ഉള്ള പെരുമാറ്റങ്ങളൊന്നും വേണ്ട. അത് ഡിട്രിമെന്റൽ എന്നുള്ള മുൻവിധി എന്നുള്ള മീനിങ് ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടി അൺസോഷ്യബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ചില പ്രവർത്തികൾ കുട്ടികളുടെ വയലൻസ് കാണിക്കുക, അജിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ചില സംസാരങ്ങളുടെ രീതികളും, പിന്നെ അതുപോലെ തന്നെ ഹൈജീൻ, അതെല്ലാം വരും ഈ അൺസോഷ്യബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കൺട്രോൾ നമുക്ക് ചെയ്യാം. അവിടെയൊക്കെ നമുക്ക് ലിമിറ്റ്സ് വെക്കാം, ക്ലിയർ ആയിട്ടുള്ള ലിമിറ്റ്സ് വെക്കാം. അല്ലാതെ കുട്ടി എന്തും പറയുന്നത് അങ്ങനെയല്ല, ബട്ട് നമ്മൾ അത് ലിമിറ്റ്സ് കുട്ടിയെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അതിന്റെ അർത്ഥം അവർക്ക് സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുക, അവരെ വല്ലാതെ സ്കോൾഡ് ചെയ്യുക എന്നുള്ളതല്ല. അത് ആ രീതിയിൽ മാനേജ് ചെയ്ത് തന്നെ പോകണം. അപ്പൊ മോറൽ വാല്യൂസ് അവരിലേക്ക് പകർന്നാണ് ആ രീതിയിൽ അവര് ഗുഡ് ഓർ ബാഡ് തിരിച്ചറിഞ്ഞ് അവരനുസരിച്ച് പെരും. ഓക്കെ, ഇനി മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്തിനെ ഡിഫറെന്റ് സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റേജസ് ആണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഈ 2 സ്റ്റേജസിനെ വീണ്ടും ഓരോ സ്റ്റേജിനെ വീണ്ടും 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 പീരിയഡ്സ്, 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അതൊന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പൊ ആ ഡിവിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഡിവിഷൻ എങ്ങനെയാണ്, ഏജ് സ്പാൻ എങ്ങനെയാണ്, 0 to 6ഉം 6 to 12ഉം ചൈൽഡ്ഹുഡ്. അപ്പൊ ചൈൽഡ്ഹുഡിൽ 2 ഫോർമേറ്റീവ് പ്ലെയിൻസ് ഉണ്ട്, 2 പീരീഡ് ഉണ്ട്. അഡൾട്ട്ഹുഡിൽ അതിനെ 12 to 18, ആ ടീനേജിന്റെ ഒരു പീക്ക്. 18 to 24 അഡൾട്ട്ഹുഡ്. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്വർ, ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഇമോഷൻസ് ബാലൻസ് ചെയ്യാനുമുള്ള മെച്യൂരിറ്റി ആ ഒരു കുട്ടിക്ക് ആയിട്ടുണ്ടാവും, അഡൾട്ടായി. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കറക്റ്റ് ഏജിൽ പഠിച്ച് വരുവാണെങ്കിൽ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിയുന്ന ഒരു ഏജ് ആണ് 24 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുന്നു. ഗുഡ് ഓർ ബാഡ് നല്ല ക്ലാരിറ്റി ഉണ്ടാവുന്നു അതിനെക്കുറിച്ച്. പിന്നെ അത് മാത്രമല്ല, ഈ എന്താ പറയാ, നമ്മുടെ തിരിച്ചറിവ്, വകതിരിവ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു ടൈം ശരിക്കും മെച്യൂരിറ്റി എത്തുന്ന ഒരു പ്രായം. എല്ലാ രീതിയിലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, സംസാരിക്കുന്നതിൽ നല്ല ക്ലാരിറ്റി, എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് ആ ഒരു നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, ഈ പീരീഡ്സിനെ കുറിച്ച് നമ്മള് ടീച്ചേഴ്സും കെയർ ഗിവേഴ്സും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. കിഡ്സ് ഓഫ് ഡെവലപ്മെന്റ് കുട്ടിയെ ആ ഒരു അഡൾട്ടിലേക്കുള്ള ആ ഒരു ജേണി നല്ല രീതിയിൽ അറിയണം. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഡിവിഷൻ ഞാനിപ്പോ പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിയുടെ മാക്സിമം ഓൺ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായി. കുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു അഡൾട്ട് എന്നുള്ള രീതിയിൽ അയാള് നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, സൊസൈറ്റിക്ക് വേണ്ടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനായിരിക്കും. ഈ ഒരു പോയിന്റ്സ് ഇവിടെ വരെ ഫസ്റ്റ് പീരീഡിന് മുമ്പ് മോണ്ടിസോറി എക്സ്പ്ലെയിൻ ദീസ് പീരീഡ്സ് ഇവിടെ വരെ അതേഴ്സ് വരെ ആരെ വായിക്കാം? Montessori explained these periods with some particular points. There is a particular goal in development. For example, in the first period, the particular goal of the child is to be follow his inner yoga and create himself, his personality. There is a clearly identified direction we can follow to reach that goal. There is specific awareness given to human in each period. The child has special artistry to help him develop himself. They help with child development. She identifies them as a sensitive spirits and the absorbent mind. Each of these 4 plans of development builds up upon the last, and as such, the faculty development in any one plan affects the successful completion of all the others.
അപ്പം ഈ പീരീഡ്സിന് സം പോയിന്റ്സ് നമ്മൾ പറഞ്ഞു 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2 സ്റ്റേജ് ആണ്, ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും. ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 4 പീരീഡ് ഉണ്ട്. ഈ 4 പീരീഡിലും ചില പർട്ടിക്കുലർ പോയിന്റ്സ് ആ ഒരു ഡെവലപ്മെന്റ് ആണ്. ഈ 4 പീരീഡ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് ഒരു അഡൽട്ട് ആകുന്നവരെ. ഫസ്റ്റ് പീരീഡിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പീരീഡ് കുട്ടിയുടെ ഉള്ളിൽ കുറെ ആർജസ് ഉണ്ടാവും, ഒരു ത്വര എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവനെ തന്നെ ഇൻഡിപെൻഡന്റ് ആകാൻ, തന്നെ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിൽ വരുന്നു, ക്രിയേറ്റിവിറ്റി വരുന്നു, ഇമാജിനേഷൻ വരുന്നു. അപ്പൊ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ, അവനെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് പീരീഡിലെ ഒരു ഗോൾ എന്ന് പറയുന്നത് ആ ചൈൽഡിന്റെ ഇന്നർ ആർജസ് മനസ്സിലായി അവനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഗോളിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുക, ആ ഗോൾ എന്താണോ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ സ്പെസിഫിക് അവയർനെസ് ഹ്യൂമൻസിന് ഓരോ പീരീഡും കൊടുക്കണം. ചൈൽഡ് സ്പെഷ്യലി ഒരു ശരിക്കും ചൈൽഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് അവൻ തന്നെ ആയിട്ട് തന്നെയാണ്. ടു ഹിംസെൽഫ്, ഹി ഹാസ് ടു ഡെവലപ്പ് ഹിംസെൽഫ്. നമ്മളൊരു ഗൈഡൻസ്, ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ആ ഒരു ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാം കെയർ ഗീവേഴ്സും ടീച്ചേഴ്സും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് അവന്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ഈ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ അവന് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അവന്റെ ഡെവലപ്മെന്റ് സക്സസ്ഫുൾ ആക്കുക. ഓരോ ഏജിലും, ഓരോ ഏജ് സ്പാനിലും, ഓരോ പീരീഡിലും സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പീരീഡ് അത് നമുക്ക് നോക്കാം. 0 to 6 years ആണ് ഫസ്റ്റ് പീരീഡ്. ബർത്ത് തുടങ്ങിയിട്ട് 6 years വരെ. 6 years എന്ന് പറയുന്നതാണ് 2.5 അല്ലെങ്കിൽ 3 to 6 years ആണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് കുട്ടി വരുന്നത്. ഈ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാകുന്നു, മെന്റലി ചേഞ്ചസ് ഉണ്ടാകുന്നു, ലാംഗ്വേജിന് ചേഞ്ചസ് ഉണ്ടാകുന്നു, ഇമോഷൻസിന് ചേഞ്ചസ് ഉണ്ടാകുന്നു, സോഷ്യലി ചില ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആരാ വായിക്കുക? ഫസ്റ്റ് പീരീഡ് മുഴുവൻ വായിക്കണേ. ഞാൻ വായിക്കാം. First period 0 to 6 years. The first period 0 to 6 years is marked by fast and intense change in the overall development of the child, physically, cognitively, socially, and emotionally. During this period, the child's main purpose is to create himself. During this period, children make use of special sensitivities to help themselves in their development of personality. Their development takes place as the predetermined psychic patterns unfold with the help of an absorbent mind and a sensitive period of free interaction with their ambience. Using these periods of development, Montessori was able to examine the natural laws, psychic pattern at work in children. She watched the law of work, law of independence, power of attention, development of will, development of intelligence, development of imagination and creativity, development of emotional and spiritual life, and stages of growth. To 6 years. ഓക്കെ, ഫസ്റ്റ് പീരീഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞ ഏജ് സ്പാൻ ഓർത്ത് വെക്കുക. 0 to 6 years, ബർത്ത് തുടങ്ങിയിട്ട് 6 years വരെ. അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരു ഫാസ്റ്റ് ചേഞ്ചസ് ആണ്. പെട്ടെന്ന് തന്നെ കുട്ടി ആ ഒരു 1 year ആവുമ്പോ തന്നെ എന്തെല്ലാം പ്രോസസ്സിലൂടെ കുട്ടി കടന്നു പോകുന്നു അല്ലെ. ആ ഒരു ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഈവൻ തല പോലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കുട്ടിക്ക് വരുന്നത് അല്ലെ. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് പതുക്കെ അതിന്റെ നോട്ടം ശരിയാകും, അത് തല ഉറയ്ക്കും, പിന്നെ കമഴ്ന്ന് വീഴാനായിട്ട് തുടങ്ങും, കിടന്ന് കളിക്കും, എഴയാൻ നോക്കും. അങ്ങനെ ഫിസിക്കലി ഒക്കെ കുറെ മാറ്റങ്ങൾ, കോഗ്നിറ്റീവ്ലി, പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നു നമ്മളോട് പല രീതിയിലും, സോഷ്യലൈസ് ചെയ്യുന്നു, അവരുടെ ഇമോഷൻസ് എല്ലാം അവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒരു 0 to 6 years ആകുമ്പോൾ ഒരു ഫാസ്റ്റ് ഗ്രോത്തും ഇതിനകത്ത് നടക്കുന്നുണ്ട്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ഒരു 1 year ഒക്കെ ആവുമ്പോൾ തന്നെ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് മീൻസ് ഹി ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് ഹിംസെൽഫ്. അവന്റെ പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുവാണ്.
പിന്നെ സെൻസിറ്റീവ് പീരീഡുമാണ്. അവരെല്ലാമായിട്ട് വിഷ്വൽ ആണോ, കേൾക്കുന്നതാണോ, കാണുന്നതാണോ, തൊടുന്നതാണോ, ടേസ്റ്റ് ചെയ്യുന്നതാണോ, എല്ലാമായിട്ട് ഇവര് കണക്റ്റഡ് ആണ്. അതെല്ലാം ഇവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഓൾറെഡി ഇതൊരു പ്രീ ഡിറ്റർമിൻ സൈക്കിക് പാറ്റേൺ, ഇങ്ങനെ ഇന്ന പ്രായത്തിൽ ഇന്നത് നടക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇതെല്ലാം ഈ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത്. പിന്നെ അബ്സോർബൻ മൈൻഡുമാണ്, സെൻസിറ്റീവ് പീരീഡുമാണ്. ഈ ഒരു രണ്ട് എയ്ഡ്സ്, രണ്ട് ടൂൾസ്, രണ്ട് ക്വാളിറ്റീസ് ഇൻബോൺ ആയിട്ട്, ഇന്നർ ആയിട്ട് കുട്ടികളിലുണ്ട്. എല്ലാം അവർ പിടിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. ഒരു സ്പഞ്ച് പോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ ചുറ്റും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവർ അബ്സോർബ് ചെയ്യും. പിന്നെ സെൻസിറ്റീവ് പീരീഡ് ആണ്. അവരെല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് കണക്ട് ചെയ്യും അവരുടെ സറൗണ്ടിങ്സുമായിട്ട്, അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. ഈ ഡെവലപ്മെന്റില് മോണ്ടിസോറി പറയുന്ന ആ ഒരു മോണ്ടിസോറി നാച്ചുറൽ ലോ ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, അത് വെച്ചിട്ടാണ് മോണ്ടിസോറി കുട്ടികളിൽ പല എക്സ്പെരിമെന്റും ചെയ്തത്. അവര് കണ്ടു കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലെ കാര്യങ്ങൾ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, ലോ ഓഫ് വർക്ക്, ആ രീതിയിൽ അവർ ഓരോന്നിനും ഒരു ലോ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തു. കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീനെ ലോ ഓഫ് വർക്ക്, കുട്ടി തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, കുട്ടിയുടെ ശ്രദ്ധ, പവർ ഓഫ് അറ്റൻഷൻ, പിന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഒരു സെൽഫ് ഡെവലപ്പ് ആകുന്നു, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഇന്റലിജൻസ്, ആ ഒരു ബുദ്ധി, കിട്ടുന്ന ഇൻഫർമേഷൻസ് മനസ്സിലാക്കുന്നു, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിന് നോളജ് ആയിട്ട് കുട്ടികളിലേക്ക് വരുന്നു, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. പിന്നെ ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നു, ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്നു. പിന്നെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, ആ ഒരു കാര്യങ്ങളും എല്ലാം വരുന്നു. ഇതെല്ലാം കിട്ടുന്നത് ഫ്രം ദ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ എൻവയോൺമെന്റിൽ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ല ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള അഡൽട്സ്, അവരിൽ നിന്നാണ് ഇതെല്ലാം, ഈ സ്റ്റേജസ്, ഈ ഗ്രോത്ത്, ഈ ചേഞ്ചസ് കുട്ടിയിൽ വരുന്നത്. 0 to 6 years ഓൾമോസ്റ്റ് ഒരു നല്ലൊരു റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുട്ടിയിൽ നടക്കുന്നുണ്ട്. ഫിസിക്കലി നടക്കുന്നുണ്ട്, മെന്റലി നടക്കുന്നുണ്ട്, കോഗ്നിറ്റീവ്, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു പ്രീ ഡിറ്റർമിൻ പാറ്റേൺ പോലെയാണ്. നമുക്കറിയാം ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സാധാരണ ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പീരീഡ്, ഈ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി, ബാക്കി അതിന്റെ സബ് പാർട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെക്കൻഡ് പീരീഡ് എന്താ? 6 to 12 years. ഇവിടെ ഫോക്കസിങ്, ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, എയിം ചെയ്തുകൊണ്ട് പോകുന്ന പോലെ. 6 to 12 years എന്താ നടക്കുന്നത്? ആരുമില്ലേ പറയാൻ? ഞാൻ വായിക്കാം മാം. വായിച്ചു. Second period 6 to 12 years. In the second period, Montessori examined changes in the direction of development and children's focus. The children's focus changes from one of self-creation to the development as social being. At this stage, children have new powers. In the earlier period, the absorbent mind and the sensitive periods help a child in this development. However, in the second period, these are replaced by what Montessori refers to as psychological characteristics. Changes in the second period are as follows. Okay. ഫസ്റ്റ് പീരീഡിൽ അവരുടെ അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡുമാണ് അവരെ എയ്ഡ് ചെയ്തത്, അവരെ സപ്പോർട്ട് ചെയ്തു, ഗൈഡ് ചെയ്തു. അത് വെച്ചിട്ടായിരുന്നു അവരിൽ ഡെവലപ്മെന്റ് ഉണ്ടായത്. സെക്കൻഡ് പീരീഡ് ആയപ്പോൾ അതിന് പകരം സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആ ടൈമിലെ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആയി. ആ സമയത്ത് അവർക്ക് എയ്ഡ് ആയിട്ട്, ടൂൾ ആയിട്ട് വന്നത് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് ഏതെല്ലാം രീതിയിലുള്ള ചേഞ്ചസ് ആയിരുന്നു? ഫിസിക്കൽ വന്നു, മെന്റൽ വന്നു, അങ്ങനെ പല രീതിയിലും ആ ഒരു സമയത്ത് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തു വന്നു. ഫിസിക്കൽ ചേഞ്ചസ് ആരാണ് വയ്ക്കുക? ഫിസിക്കൽ ചേഞ്ചസ്. Physical changes. The physical changes are more intense during the 6 to 9 period than that of 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. Okay.
നമ്മളിപ്പോ സെക്കൻഡ് പീരീഡ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഏജാ വരുന്നത്? 6 to 12 അല്ലേ? Yes. ആ പീരീഡിനെ രണ്ട് Yes, age, ma'am. വീണ്ടും രണ്ട് ഏജ് സ്പാൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 6 to 12നെ 6 to 9, 9 to 12. ഫിസിക്കൽ ചേഞ്ചസ് ആർ മോർ ഇന്റൻസ്, കൂടുതലാണ് 6 to 9. സെക്കൻഡ് പീരീഡിലെ ആദ്യത്തെ ഏജ് സ്പാനിൽ കൂടുതലാണെന്ന്. അതായത് ടീത്ത് ഫോൾ ഔട്ട് ചെയ്യുന്നു, പല്ല് പോയിട്ട് പെർമനന്റ് ആയിട്ടുള്ള ടീത്ത് വരുന്നു. പിന്നെ ഇത് അസുഖങ്ങള്, കുഞ്ഞിലെ അസുഖങ്ങൾ കൊണ്ടിരുന്നത് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് കൂടുന്നു. ഫിസിക്കൽ ഹെൽത്ത് മോർ സ്റ്റേബിൾ. അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഈ ഒരു ഏജിലൊക്കെ ഫിസിക്കൽ ഹെൽത്ത് കൂടുതൽ സ്റ്റേബിൾ ആകുന്നു. മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്ട്രോങ്ങർ ആകുന്നു കുട്ടികൾ. ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഗീവ്സ് ദം ഗ്രേറ്റ് സ്റ്റാമിന ആൻഡ് എനർജി. നമുക്കറിയാം ഈ ഒരു പ്രായം ആഫ്റ്റർ 6 years ഒക്കെ ആകുമ്പോൾ സ്കൂളിലെ പല സ്പോർട്സ് ആക്ടിവിറ്റിയിലും അവർ എൻഗേജ്ഡ് ആകും. അവരുടെ ഒരു ഏതെങ്കിലും സ്പോർട്സിൽ അവർക്ക് പ്രത്യേക സ്കിൽ ഉണ്ടെങ്കിൽ അതിൽ അവർ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് അവര് സ്ട്രഗിൾ ചെയ്യും. അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യും. ഓക്കെ, കുട്ടികൾ സ്ട്രോങ്ങർ ആകുന്നു. ഫിസിക്കൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റി അവരിൽ കൂടുന്നു. അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. അസുഖങ്ങളെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ടൈമിൽ മെന്റൽ ചേഞ്ചസ് എന്താണ് വരുന്നത്? സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ മെന്റൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. അത് ഒന്ന് വായിച്ചു. ആദ്യം നമ്മൾ ഫിസിക്കലി ഉള്ള ചേഞ്ച് പറഞ്ഞു, ഇനി മെന്റലി. ഞാൻ വായിക്കാം മിസ്സേ. യെസ്. ഫിസിക്കൽ ചേഞ്ചസിൽ മിസ് ഒന്ന് മറന്നിക്കണു. പുതിയ പല്ലുകളൊക്കെ കൊഴിഞ്ഞ് പുതിയ പല്ലുകൾ വരും. അത് PDF കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അത്? അത് മിസ് പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നല്ലോ. കേട്ടില്ല. Mental changes. In the first period, children work with the materials to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring into exciting relationship with what is already there. Children are very interested in knowledge during this period. Dr. Maria Montessori wrote all other factors sink into insignificance beside the importance of feeding the hunger with intelligence and opening cast fields of knowledge to eager exploration. Okay, fine. So mental changes connected with will, ഇന്റലിജൻസ്, ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. ഇവര് ഈ ഒരു പീരീഡില് കുട്ടികൾ പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് പല ആക്ടിവിറ്റീസും ചെയ്യുന്നു. കമ്പൈൻ ചെയ്യാനായിട്ട് ഇവർ പഠിക്കുന്നു. ടു അച്ചീവ് സെൽഫ് ഇന്റഗ്രേഷൻ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പലതുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ഓർഡർ, അതായത് ഓർഡർ മനസ്സിലാവുന്നവർക്ക്. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം കഴിക്കാൻ പോവാണ്. സോ ഐ ഹൗ ടു വാഷ് ദ ഹാൻഡ്സ്. ദെൻ സീറ്റിൽ വന്നിരിക്കുന്നു, വച്ചിരിക്കുന്ന പ്ലേറ്റിൽ ആരെങ്കിലും എടുത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ എടുക്കാനെങ്കിൽ അങ്ങനെ വെള്ളം വേണം കുടിക്കാൻ. അങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ ആ ഒരു സെൽഫ് ഇന്റഗ്രേഷൻ അവരിൽ വരുന്നു. എല്ലാ കാര്യങ്ങളും ചിട്ടയായി ഒരു കമ്പൈൻ ചെയ്ത് ചെയ്യാനുള്ള രീതിയിൽ. അത് ഈ സെക്കൻഡ് പീരീഡിൽ വരുന്നത് കൂടുതൽ എൻഹാൻസ്ഡ് ആകുന്നു. നേരത്തെ ആ ഓർഡർ ഒന്ന് ഫോം ചെയ്യുന്നു. ഇവർക്ക് കോൺസെൻട്രേഷൻ, അവർ കൂടുതൽ എഫേർട്ട് എടുക്കും അവരുടെ പല കാര്യങ്ങൾക്കും. അതിനുള്ള പവർ അവരിലുണ്ടാകും. ക്രിയേറ്റിവിറ്റി കൂടും. അപ്പൊ ടാലൻസ് എല്ലാം ഈ ഒരു ടൈമിലാണ് കുട്ടികളുടെ ടാലന്റ് മനസ്സിലാക്കി അവരതിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടാനാണ്. ഇപ്പൊ പാട്ട് പാടുന്നു, ഡ്രോയിങ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സിലാണോ, അങ്ങനെ കുട്ടികളുടെ സ്കിൽസ് മനസ്സിലാവും. അവരുടെ മൈൻഡ് ഫോർമേഷൻ ഓഫ് മൈൻഡ്സ് ആ മെന്റൽ ചേഞ്ചസിൽ വരുന്നതാണ്. പിന്നെ ഇൻഫർമേഷൻസ്, അവര് സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന പല അറിവുകൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. അതിനെ മനസ്സിലാക്കാനായിട്ട് നോക്കുന്നു. അവർക്കത് മനസ്സിലായില്ലെങ്കിൽ അവർ പലപ്പോഴും അഡൽട്ടിന്റെ സപ്പോർട്ട് നേടും. അല്ലെങ്കിൽ അവര് ചിലപ്പോൾ വായനാശീലമൊക്കെ ചില കുട്ടികളിൽ വരും. കൂടുതൽ വായിക്കാനും അറിയാനും ഒക്കെയുള്ള ഒരാഗ്രഹം. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ ഉള്ള ആ ഒരു പീരീഡ് ആണ് ഇത് വരുന്നത്, ഈ ഒരു സെക്കൻഡ് പീരീഡില്. ഓക്കെ,
അപ്പൊ ഓരോ കുട്ടിയുടെയും ടാലന്റ്, സ്കില്ല് അതെല്ലാം മനസ്സിലാക്കും. മറിയാം മോണ്ടിസോറിയുടെ ബുക്കിലെ പല കാര്യങ്ങളും ഇതിനെ റിലേറ്റഡ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് നമ്മുടെ PDF റിലേറ്റഡ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം അതായത് കുട്ടിയുടെ ഒരു ഇന്നർ ആർജുണ്ടല്ലോ, ഒരു ത്വര, അവർക്ക് എല്ലാം അറിയാനുള്ള അതിനൊരു ഹങ്കർ, ആ ഒരു രീതിയിൽ പറയുന്നത്. ഒരു ഇറ്റാലിയനിലല്ലേ ഇവർ എഴുതിയിരിക്കുന്നത്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ചില സെൻസുകൾ തന്നെയായിരിക്കും. ആ ഒരു ഇന്റലിജൻസ്, മെന്റലി ഉള്ള ഡെവലപ്മെന്റിന്റെ അതിന് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് നോളജ് ഫോർമേഷൻ, കിട്ടുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നു, അതൊരു നോളജ് ആയിട്ട്, അറിവായിട്ട് കുട്ടിയുടെ ഉള്ളിലിരിക്കും. പിന്നെ ക്യൂരിയസ് മൈൻഡ്സ് ആണ്. വൈ ക്വസ്റ്റ്യൻസ്, ഹൗ, വെൻ, വാട്ട്, വൈ അതൊക്കെ വരുന്നത്. ഇതാരാ വായിക്കാം? Curious minds. As the child's absorbent mind disappears, a new way of relation to the environment demonstrates. It is the functioning of the environment and the relationship within it which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function required for analysis. Analysis allows children to compare, deduce, and arrive at a conclusion. ക്യൂരിയസ് മൈൻഡ്സ് ആണ്. അവർക്ക് എന്തും ഇങ്ങനെ അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. അത് അബ്സോർബന്റ് മൈൻഡ് പോയി എന്ന് പറഞ്ഞല്ലോ. 0 to 6 years അബ്സോർബന്റ് മൈൻഡ് അടുത്ത പീരീഡ് ആയപ്പോഴേക്കും അതിന് പല സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ആ ഒരു ടൈമിലുള്ളത്. അതിൽ ഓരോ നമ്മൾ പറയുകയാണ് ഫിസിക്കൽ ചേഞ്ചസ്, മെന്റൽ ചേഞ്ചസ്, ക്യൂരിയസ് മൈൻഡ്സ്. അവർക്ക് എല്ലാം അറിയാം. നേരത്തെ എന്ന് വെച്ചാൽ കാണുന്ന മുഴുവൻ അവർ അങ്ങനെ പിടിച്ചെടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ കാണുന്നത് അങ്ങനെ അവർ പിടിച്ചെടുക്കില്ല. അത് എന്തിനാണ്, എന്തുകൊണ്ടാണ്, അത് എങ്ങനെ ആയിക്കൂടെ, എങ്ങനെ ആയിക്കൂടെ, ആ രീതിയിലുള്ള ഒരു ക്യൂരിയസ് ആയിട്ട് അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങും. അവരുടെ ആ ഒരു മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ്. നേരത്തെ കാണുന്നത് മുഴുവൻ അതാണ്, അങ്ങനെ വീഴുന്നു. പക്ഷെ ഇപ്പൊ അവരങ്ങനെ റെഡിയല്ല. അതിനെപ്പറ്റി അവർ അറിയാനായിട്ട് ശ്രമിക്കുക. എന്തൊരു ആഴ്ച അവർ ക്യൂരിയസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവില്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവർക്ക് വരും. ഇത് അവരുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിന് അഡൾട്ടിന്റെ സപ്പോർട്ട്, ശരിക്കും അതിന് അവർക്ക് വ്യക്തമായ മറുപടികൾ, ആ ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കുക, ഇതെല്ലാമാണ് ചെയ്യുന്നത്. ഇവന്തോ അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് അവർക്ക് വരുന്നുണ്ട്, അതും അവർ ക്യൂരിയസ് ആയിരിക്കും. അവരുടെ സ്വന്തം ബോഡിയിലെ ചേഞ്ചസ്, അതിനെക്കുറിച്ചും അവർ ക്യൂരിയസ് ആയിരിക്കും. സോ ശരിയായ രീതിയിലുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുക. അവർക്ക് ക്ലിയർ ആയിരുന്നു, ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ they will go somewhere else. അത് ക്ലിയർ ചെയ്യാനായിട്ട് അവർ വേറെ സ്ഥലത്ത് പോകണം. റോങ് മെസ്സേജുകൾ അവർക്ക് കിട്ടാം. കൺക്ലൂഷനിലേക്ക് തന്നെ അവരെ കൊണ്ടുവരണം. അവരുടെ കൺഫ്യൂഷൻ ആക്കാതെ ക്ലാരിറ്റി കൊടുത്ത് അവർക്ക് യെസ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്, ഇത് ഇങ്ങനെയാണ് മനസ്സിലായി, ആ ഒരു രീതി കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് ഓഡിയോ ആണ് അത്. നെക്സ്റ്റ് സോഷ്യൽ ചേഞ്ചസ്. Social changes. During this period, children follow their independence. They distance themselves from their environment. Children endeavor for further independence in both actions and thoughts. It is important to note that children do not seek to leave their parents, but his role as a child in the family unit. Children are not starting to have friends and form their own peer groups outside the family. Children in this age group play social games and they form new rules from their many experience. യെസ്, ഈ ഒരു പീരീഡില് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് തുടങ്ങുന്നു. ശരിക്കും അവര് തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ പീർ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഫ്രണ്ട്സ്, ആ ഒരു സർക്കിൾ ഔട്ട്സൈഡ് ദ ഫാമിലി അവർക്ക് അങ്ങനെ പീർ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അവർ തമ്മിൽ പല ലൈക്ക് ഫുട്ബോൾ മാച്ച് നടത്തണം, അങ്ങനെ ആ രീതിയിൽ പല ഗെയിംസിലും അവർ ഏർപ്പെടും. പിന്നെ അവര് പലതും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തോട്ട്സ് ഉണ്ടാകും, അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. പാരന്റ്സിനെ ലീവ് ചെയ്യുന്നില്ല, ബട്ട് അവര് സോഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ളതിന് മീൻസ് പാരന്റ്സിൽ നിന്നും അകന്നു പോകുന്നതല്ല. അവർ ഔട്ട്സൈഡ് ദ ഫാമിലി അവരുടെ ഒരു വൈബില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഫ്രണ്ട് സർക്കിൾ അവർ ഫോം ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു. ലൈക്ക്
അവരുമായിട്ട് കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ എവിടെയെങ്കിലും പോവാനും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവാനും അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. Development of moral science. With new creative capability, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extend to the development of moral sense. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. The children also form the attitude of the behavior of the others. Children may seek adult assistance for acceptable behavior. The children interest in the judging behaviors extends to a new interest in justice and compassion for others. ഓക്കെ, Maria Montessori. അല്ല ഇത് പിന്നെ വായിക്കാം. ഇതെന്ത് പറയാം, മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യുവാണ്. അവർക്ക് അവരുടെ വാല്യൂസ് അവരിൽ ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഫ്രണ്ട് സർക്കിളായി, അപ്പൊ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവരുടെ വിഷമം, ഇവരുടെ വിഷമം, അവരെ സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലുള്ള അതൊക്കെ അതിന്റെ എല്ലാം ഡെവലപ്മെന്റ് വരുവാണ്. ജസ്റ്റിസ്, നീതി, ശരി തെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അതായത് അല്ലാതെ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നിങ്ങൾ സത്യസന്ധരായിരിക്കണം പക്ഷെ ഈ ഒരു ഏജ് ആവുമ്പോഴേക്കും അവർക്ക് അത് മനസ്സിലാവും. ആ ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് അവരിൽ വരുവാണ്. എന്താണ് ലോയാലിറ്റി, അങ്ങനെയുള്ള ഹംബിൾനെസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളും, പേഷ്യൻസ്, അങ്ങനെയുള്ള കുറെ വാല്യൂസ് കുട്ടികളിലേക്ക് വരും. അവരുടെ മോറൽ സെൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. റൈറ്റ് റോങ്, ശരി തെറ്റ് അത് മനസ്സിലാവും. ഗുഡ് ബാഡ് അത് അവർക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വന്നാലോ, ആ രീതിയിലൊക്കെ അവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്, ഞാൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ ശരിയല്ല എന്നൊരാളെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ചെയ്യണം, അങ്ങനത്തെ രീതിയിലുള്ള ആ ഒരു തിരിച്ചറിവുകളൊക്കെ അവരിലേക്ക് വരും. പലപ്പോഴും ചില കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവര് അഡൾട്ടുമായിട്ട് അവരോട് ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ രീതിയിൽ. പലപ്പോഴും അതുകൊണ്ട് അഡൾട്ടിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ്. അത് അമ്മയാകാം, അച്ഛനാകാം, ടീച്ചറാകാം, ചേച്ചിയാകാം, ചേട്ടനാകാം. ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ജസ്റ്റിസ്, ആ ഒരു നീതി, എല്ലാവരോടും ഒരു അങ്ങനെ ഒരു റൂള് അവരുടെ ഉള്ളിൽ വരും. ഞാൻ അങ്ങനെ ചെയ്യണം, ആ ഒരു ജസ്റ്റിസ്, തെറ്റായിട്ട് ചെയ്യരുത്, തെറ്റായിട്ട് ചിന്തിക്കരുത്, അങ്ങനെയുള്ള മോറൽ വാല്യൂസും അവരിൽ വരും. ഓക്കെ, നെക്സ്റ്റ് 2 paragraphs. Maria Montessori wrote, "It is in the 6 years that one may note the beginning of an orientation toward moral questions, towards the judgment of acts. This is preoccupation belongs to an interior sensitivity. The conscience, it is at the age that the concept of justice is born simultaneously with the understanding of the relationship between one's acts and the needs of others. Another interesting characteristic of children in this stage is their admiration for heroes, stars, and great personalities. It is therefore important to help children realize between realistic and unrealistic acts and needs of others." ഓക്കെ, മറിയ മോണ്ടിസോറി ഇതേ എല്ലാ ഒബ്സർവേഷനും എക്സ്പീരിയൻസും എല്ലാം അവരുടെ ബുക്കിൽ എഴുതിയ കാര്യം ഇങ്ങനെ പറയുകയാണ്. 6 years ആ ഒരു മോറൽ ഇതിലേക്കുള്ളതിന്റെ ബിഗിനിങ് ആണ് ആ ഒരു 6 years എന്ന് പറയുന്നത്. 6 വയസ്സ് ആ ഒരു സമയത്ത്. പിന്നെ ജഡ്ജ് ചെയ്യുന്നു പല ആക്ട്സും. പിന്നെ തമ്മിൽ കളിക്കുമ്പോ തന്നെ പലതും ഒരു പറയുന്നത് കേൾക്കാറില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ദേ ആർ ജഡ്ജിങ്, അവരുടെ ആക്ഷൻസ് അവർ ജഡ്ജ് ചെയ്യുന്നു. പിന്നെ കോൺഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോറൽ സെൻസ് തന്നെയാണ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഏജിലാണ് അങ്ങനെയുള്ള മോറൽ വാല്യൂസ് അവരിൽ വരുന്നു. ജസ്റ്റിസ് അവരിൽ ബോൺ ആയിട്ട് ആ ഒരു കൺസെപ്റ്റ്,
നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും നല്ലതല്ലാതെ ചെയ്യുമ്പോൾ അവരതിനെ ജഡ്ജ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു, റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നു, ഒരാളുടെ ആക്ഷനും നീഡ്സും, അങ്ങനെ പല കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഇപ്പം അമ്മയും കുട്ടിയും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ റിലേഷൻഷിപ്സ്, ആളുകൾ തമ്മിലുള്ള കണക്ഷൻസ്, ഇതെല്ലാം ഇവർക്ക് മനസ്സിലാകുന്നു. പിന്നെ ഈ ഒരു സ്റ്റേജില് ഇവര് ഹീറോസ്, സ്റ്റാർസ് അല്ലെ, ഫിലിമിൽ കാണുന്നവരെ അല്ലെങ്കിൽ പ്ലെയേഴ്സ്, ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ഭയങ്കര ആരാധകരായിരിക്കും. അവര് ഗോൾ അടിച്ചില്ലെങ്കിൽ അത് അവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ പല പേഴ്സണാലിറ്റീസിനെ അങ്ങനെ അത് അവരുടെ റോൾ മോഡൽ പോലെ അവർ കൊണ്ടുപോകും. ചില അതിന്റെ പിക്ചേഴ്സ് അവരുടെ റൂമിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ടാവും. അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഇവര് കാണിക്കും. നമുക്ക് ഇവരെ റിയാലിറ്റിയിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഒരു മൂവി കണ്ട് അതാണ് സത്യം അങ്ങനെ വിചാരിച്ച് പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യാറുണ്ടല്ലോ. ദാറ്റ് ഇസ് അൺറിയൽ എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരുത്തേണ്ടത് അഡൾട്ട്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ കുട്ടികൾ റിയാലിറ്റി അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ മനസ്സിലാകണം. വാട്ട് ഈസ് റിയൽ? ഒരു മൂവി കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് റിയൽ, അത് റിയൽ ആയിരുന്നില്ല. ബട്ട് ചിലർ ഉള്ളിലേക്ക് എടുത്ത് ആ രീതിയിൽ ആക്ഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാറുണ്ടല്ലോ കുട്ടികൾ. അപ്പൊ അത് റിയാലിറ്റി അൺറിയലും ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ റോള് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, മോറൽ സെൻസ്. നമ്മൾ ഫിസിക്കൽ ചേഞ്ച് പറഞ്ഞു, മെന്റൽ ചേഞ്ചസ് പറഞ്ഞു. ഈ ഒരു ഏജില് ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ച് ചില ഏജിലാണ് കൂടുതൽ, ചില ഏജിൽ അതങ്ങോട്ട് അത്ര ഇതായിട്ട് കാണില്ല. മെന്റലി അവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അവര് റിലേഷൻഷിപ്പിനെ കാണുന്നത്, കണക്ഷൻസ്, ആളുകൾ തമ്മിലുള്ള കണക്ഷൻസ്, അതിന്റെ നീഡ് എന്താണ്, പിന്നെ അവരുടെ ഉള്ളിൽ മോറൽ വാല്യൂ ഫോം ചെയ്യും. ഫ്രണ്ട് സർക്കിളുമായിട്ട് കൂടുതൽ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കിട്ടുന്ന ഇൻഫർമേഷൻസ് അങ്ങനെ തന്നെ വിഴുങ്ങില്ല, അതെന്താണ് അതിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കി അതായത് ആ ഇൻഫർമേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർ നോക്കും. അതിനുശേഷം അത് നോളജ് ഫോമിലേക്ക് അവരിലേക്ക് മാറും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. Development of imagination. New powers development in children, and during this stage, they have the capacity to visualize. In the first period, Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she felt that children in the first period need to learn to relate to the reality of life. During she felt fantasy, fable and myths should play a key role in moral understanding and exploration of feeling and emotions. ഓക്കെ, സോ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ് മറിയ മോണ്ടിസോറി പറയുന്നത് എപ്പോഴും കുട്ടികളെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം, ഫാന്റസിയിലേക്ക് പോകരുത്. അപ്പോ റിയാലിറ്റി, അതുകൊണ്ടാണ് അവര് ഈ റോൾ പ്ലേസ് ഒക്കെ ചെയ്യിക്കുമ്പോൾ റിയൽ ആയിട്ടുള്ളത്, അപ്പൊ അമ്മയും അച്ഛനും ഡോക്ടറും നഴ്സും ഡോക്ടറും പേഷ്യന്റും ടീച്ചറും കുട്ടിയും ആ രീതി, അതെല്ലാം കുട്ടിയുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടാണ്. സോ എപ്പോഴും റിയാലിറ്റിയുമായിട്ട് അവരുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം, റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ റിയാലിറ്റി അവരുടെ ലൈഫിലൊരു കീ റോള് തന്നെയാണ്. അവരുടെ മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാനും ഇമോഷൻസ് മനസ്സിലാകാനും ഒക്കെ ഏറ്റവും നല്ലൊരു റിയാലിറ്റിയാണ്. ഫാന്റസിയിലേക്ക് അവരെ കൂടുതൽ അവരതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു, ഫാന്റസി എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ വീട്ടിലെ മോൾ ഇങ്ങനെ ഹാരി പോട്ടറുടെ എല്ലാ സീരീസും കാണുമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു റിലാക്സേഷൻ, ഇറ്റ്സ് നോട്ട് റിയൽ എന്നറിയാം, ബട്ട് അതൊരു റിലാക്സേഷൻ ആണ്, അതുകൊണ്ടാണ് അത് കാണുന്നത്. അപ്പൊ ആ ഒരു ഏജിന് അവർക്കതറിയാം അത് റിയൽ അല്ല എന്നുള്ളത്. നമ്മളുടെ കോഴ്സിലാണ് എന്റെ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ KG എന്തോ പഠിക്കുന്ന കുട്ടി പറഞ്ഞു, ക്ലാസ് തന്നെയാണ് പറഞ്ഞത്, ഈ ശബരിമലയ്ക്ക് പോണതിന്റെ വേറെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു ട്രെയിനിയുടെ കുഞ്ഞാണ്, അത് KG പഠിക്കുന്നത്. അപ്പൊ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഇവര് നോപ്പൊക്കെ എടുക്കാനായിട്ട് റെഡിയായി. കൊച്ചിന്റെ അച്ഛനും പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെ ആരൊക്കെ ആയിട്ടാ പോകുന്നത്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് നോമ്പങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ആ സമയത്ത് മാളികപ്പുറം സിനിമ എന്തോ കണ്ടു. കുഞ്ഞ് വീട്ടിലുള്ള മറ്റു വലിയ ആൾക്കാരുമായിട്ട് ചേർന്നിരുന്നാ കണ്ടത്. അപ്പൊ അതില് കുറച്ച് വയലൻസ്, അങ്ങനെ വയലൻസ് അല്ല, കുട്ടിയെ കാണാനാവുന്നോ തട്ടിക്കൊണ്ട് പോകലോ
ഉപദ്രവിക്കാൻ വരല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര പേടിയായി. അത് എന്ത് ചെയ്താലും അതിന്റെ അച്ഛനെ വിടില്ല. പോവണ്ടെന്നാ പറയുന്നത്, ശംഖുവിളിക്ക് നമുക്ക് പോകണ്ട. ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഒരു പോവണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ ആ മൂവി കണ്ടപ്പോ കുട്ടിക്ക് ആ ഒരു ചെറിയ ഏജ് അല്ലേ, KG എന്ന് പറയുമ്പോൾ LKG കണ്ട കുട്ടിക്ക് റിയാലിറ്റിയും അൺറിയൽ ആയിട്ടുള്ള കാര്യവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങ് പേടിച്ചു പോയി. സോ അതാണ്. അപ്പൊ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴേക്കും അവർക്ക് റിയാലിറ്റിയും ഫാന്റസിയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ ഇമാജിനേഷൻ വരുന്നത് ഫാന്റസിയിലേക്ക് പോകാതെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യും. അത് അവരെ അഡൾട്ട് ആകുമ്പോൾ അവര് ഹെൽപ്ഫുൾ ആകുന്ന പറയും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള് അവരുടെ സ്കില്ലിൽ അവർ കൂടുതൽ ഷൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ സയൻസ് എക്സിബിഷൻസ് വരുമ്പോൾ ക്രിയേറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും. അത് കുറച്ചുകൂടെ വലുതാവുമ്പോൾ ജോബിലാവുമ്പോൾ തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യും. അങ്ങനെ കുട്ടിക്ക് ഹയർ ലെവലിലേക്ക് പോകാൻ ഈ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഫാന്റസിന്ന് അതിനെ കട്ട് ചെയ്ത് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, തേർഡ് പീരീഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്ന പോലെയല്ല. തേർഡ് പീരീഡും ഫോർത്ത് പീരീഡും നമുക്കിനുണ്ട്. ഓൾമോസ്റ്റ് അതാകുമ്പോഴേക്കും ആ ഒരു ചാപ്റ്റർ കഴിയാറാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കഴിയും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? Yes, ma'am. Thank you. Life is a song, sing it. Life is a struggle, accept it. മദർ തെരേസ കോട്ട്സ് ആണ്. അതായത് നമ്മുടെ ലൈഫിൽ സന്തോഷവും സങ്കടവും എല്ലാ സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ലൈഫ് ഈസ് ഒരു സോങ് ആണെങ്കിൽ പാടണം. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ലൈഫ് ഈസ് സ്ട്രഗിൾ. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എന്ത് വന്നാലും നാം അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് മദർ തെരേസ പറയുന്നത്. ഓക്കെ മാം, സൈൻ ഔട്ട് ബൈ നൈസ്. Okay, bye. Thank you so much. Have a nice day. Thank you. Thank you, ma'am. ഒരു ഡൗട്ട്. ആ സർവേയില് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ ഇല്ലേ? അത് ഞാനിപ്പോ സർവേ നടത്തിയതില് വാക്സിൻ എടുക്കാത്ത പാരന്റ്സ് ഉണ്ടാവും ചിലപ്പോ. അപ്പൊ അത് മാത്രം ഒരു മിസ്റ്റേക്ക് ആയിട്ട് എന്റെ സർവേയില് ചൈൽഡ് കെയറിൽ ഒരു ബുദ്ധിമുട്ടായിപ്പോ അത് മാത്രമേ ഉള്ളൂ, വാക്സിനേഷൻ എടുക്കാത്ത ഇത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ പാരന്റ്സിന് എങ്ങനെ അത് വാക്സിനേഷനെ കുറിച്ചിട്ട് അതല്ലേ എഴുതേണ്ടത്? പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അതെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കണം. കാരണം കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ രീതിയിലൊരു അവയർനെസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് 1-2 സെന്റൻസിൽ എഴുതിയാൽ to make them aware about the importance of vaccination. അത്ര എഴുതിയാലും മതി. സർവേയെ കുറിച്ച് ഒന്നുകൂടെ പറയുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സന എന്നെ ഓർപ്പിച്ചാൽ മതിയേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ ഓർപ്പിക്കുക കേട്ടോ. Okay, ma'am.